ഹായ്. നമ്മൾ തമ്നയില് കൊടുത്തതുപോലെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ നമ്മളിപ്പോ ഈ വീഡിയോ ഇടുന്നത്. ആദ്യം നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കണേ. സ്ഥലം എങ്ങനെയുണ്ട്? ഇത്രയും പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അമ്പലമുണ്ട്, സമീപത്തെല്ലാം നിറച്ച് വീടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഞരമ്പന്റെ ശല്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കേ. എന്നാൽ അത് സത്യമാണ് കേട്ടോ, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ വന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം തന്നെയാണ് കേട്ടോ ഞാനിപ്പോ ഈ പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം, പക്ഷേ ഇത് പറയണം. ഇത് എവിടെങ്കിലും വെച്ച് ഈ ഈ പറഞ്ഞ ഈ ഞരമ്പൻ എന്ന് പറയുന്ന ഇയാള് കാണുന്നുണ്ടെങ്കിൽ, സ്വയമായിട്ടെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നെങ്കിൽ അത് അതെ, കുറ്റബോധം ഒരിക്കലും വരത്തില്ല, അത് വേറെ കാര്യം. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുമാണ് വന്നത്. ആ സമയത്ത് ഇതുവഴി ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു, ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മളുടെ അടുത്ത് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഒന്നും ആയില്ല, കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരാള്, എനിക്ക് തോന്നുന്നു ഒരു 25 to 30 അല്ലെങ്കിൽ 35 അവിടം വരെ ഏജ് വരുന്ന ഒരാള് ഒരു ബൈക്കിനകത്ത് നമ്മുടെ ഇതുവഴി കടന്നുപോയി കേട്ടോ. ആദ്യം പോയപ്പോൾ നമ്മളെ രണ്ടുപേരെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയി. പക്ഷെ ഈ നോട്ടം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടായിരുന്നു. ഞരമ്പൻ എന്ന് മാത്രം പറഞ്ഞാൽ പോലും ഒരു ചെറിയ സദാചാരം എന്ന് തന്നെ പറയാം, ഒരു സദാചാര മാമൻ അങ്ങനെ തന്നെ പറയാം. അപ്പം അവര് ആദ്യം അങ്ങോട്ട് നോക്കിക്കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ചിലപ്പോൾ റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എങ്ങാണം ഇതാക്കിയതായിരിക്കാന്ന് വിചാരിച്ചിട്ട് പോയതായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. അങ്ങ് പോയി ഏകദേശം അദ്ദേഹത്തിന് അങ്ങ് വരെ പോകണ്ടായിരുന്നു. അവിടെ വിട്ട് തന്നെ സ്കൂട്ടർ നേരെ തിരിച്ച് നേരെ ഇതുവഴി തന്നെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും നോക്കിയത് വളരെ രൂക്ഷമായിട്ടാണ്. അതായത് എന്തോ ഞങ്ങളിൽ വലിയ തെറ്റ് ചെയ്ത് അതേ കണക്ക് വന്നിരിക്കുക. അതായത് രണ്ട് കമിതാക്കള് വന്ന് എന്തോ രഹസ്യമായിട്ട് ഇവരെന്തോ ഇവിടെ ചെയ്യാൻ വന്നു എന്നുള്ള രീതി, മോശമായി ഞങ്ങൾ എന്തോ ഇവിടെ ചെയ്യാൻ വന്നു എന്നുള്ള രീതിയിലാണ് അയാളുടെ നോട്ടം. വളരെ മോശമായിട്ട് ആണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നോക്കി. അപ്പൊ പിന്നെ നമ്മൾ തോന്നി എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരുവാണെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇയാളെ തന്നെ നോക്കിയിരിക്കെ തന്നെ ഇയാളിതാ ഇതുവഴി ഇതോ ആ റോഡ് കണ്ടോ, ആ റോഡിന്റെ അവിടെ അന്ന് ആരൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് അവരോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം വീണ്ടും അവൻ നമ്മൾ രൂക്ഷമായിട്ട് നോക്കി തന്നെ നിൽക്കെ നമ്മളും തിരിച്ച് അതേ കണക്ക് തന്നെ നോക്കി കേട്ടോ. അതായത് ഇവ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരുന്നെങ്കിൽ അതിന് മറുപടി കൊടുക്കണം എന്നുള്ളൊരു രീതി തന്നെ. അങ്ങനെ നോക്കി വന്നവൻ എന്നെ പോലും ഞെട്ടിച്ച് കളഞ്ഞു കേസ്. അവൻ നോക്കി കൊങ്ങണം കുത്തി കാണിച്ചിട്ട് പോയി. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അപ്പം അവന് മനസ്സിലായി നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്ന ആളുകളല്ല. അവൻ എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ നമ്മൾ തിരിച്ച് അതിന് കറക്റ്റ് റിപ്ലൈ കൊടുക്കും എന്നുള്ളത് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പോയത്. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം നമുക്കത് നമ്മൾ ന്യൂസിൽ കൊടുക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് ഇതിനെ പറ്റി അറിയാം. നമ്മള് ഈ പറയുന്ന ഇയാള് ഇത് നോക്കി പോയതിനു ശേഷം ആ സഡൻലി തന്നെ നമ്മള് സ്കൂട്ടർ എടുത്ത് ഇയാളുടെ പുറകെ പോയി. പക്ഷേ ഏത് ജില്ലയിലോട്ട് പോയോ ഒന്നും നമുക്ക് അവനെ കിട്ടിയിട്ടേ ഇല്ല. ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ റോഡിലൂടെ പാസ് ചെയ്ത് പോകേണ്ടുള്ള ഒരാവശ്യം അവനില്ല. അത് നിങ്ങൾ കാണുന്നില്ലേ ആ സ്ട്രെയിറ്റ് റോഡ്, വണ്ടികളെല്ലാം പോകുന്ന ആ റോഡ്, അതുവഴി സ്ട്രെയിറ്റ് പോയി ഒരുത്തനാണ്. ഒരാണും പെണ്ണും ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് തന്നെയാണ് അവൻ എന്നാ പിന്നെ എന്താണ് ഇവിടെ പരിപാടി, ഇവിടെ ഇവരെന്തോ ചുറ്റിക്കളിയാണല്ലോ എന്നുള്ള രീതിയിൽ കറങ്ങി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി. അവിടെ അങ്ങ് പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങ് പോയി അവിടുന്ന് തന്നെ റിട്ടേൺ അടിച്ചു വന്നിട്ട് നമ്മൾ ഒരുമാതിരി നോക്കി, എന്താ പറയാ, വളരെ മോശമായിട്ട്. അത് എനിക്ക് അത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അത്ര മോശമായിട്ടാണ് നോക്കിക്കൊണ്ട് പോയത്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഇനി ഒരു വട്ടവും കൂടി അതായത് ഞങ്ങൾ വിചാരിച്ചത് അവൻ ഒന്നും കൂടി കറങ്ങി വരുമെന്നാണ്. കാരണം അവിടുന്ന് പിന്നെ അവൻ അങ്ങ് വരെ പോയിട്ട് വീണ്ടും നോക്കിക്കൊണ്ടുവരികയാണ്. പക്ഷേ നമ്മള് തിരിച്ച് പ്രതികരിക്കും എന്നായതുകൊണ്ടാണ് അവൻ നമ്മളുടെ നിൽക്കാതെ അപ്പോഴേ സ്ഥലം വിട്ടത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. ഒരു പകൽ സമയത്ത് ഒരു നടു റോഡില് ഒരു ഹസ്ബൻഡിന്റെ കൂടെ ഒരു പെങ്കൊച്ചി നിന്നിട്ട് പോലും, ഞാനും എന്റെ ഹസ്ബൻഡും നിന്നിട്ട് പോലും എന്തുമാത്രം സദാചാരപരമായിട്ടുള്ള രീതിയാണ്. ഞരമ്പന്മാരാണ്, അങ്ങനെ തന്നെ പറയണം, ഉള്ളേന്നുള്ളത് ആലോചിക്കണം. ആരാണെങ്കിലും ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആരാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുത്തേന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. നിങ്ങൾ തന്നെ സത്യം പറഞ്ഞ കമന്റ്സിലൂടെ നമുക്ക് അഭിപ്രായം പറയണം. ഈ പറയുന്ന ഈ ഒരു രീതി ശരിയാണോ എന്ന്. അവനോടുള്ള മറുപടി ശരിക്കും എനിക്കൊപ്പം തരേണ്ടത് നിങ്ങളും കൂടിയാണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കരമാണ് നമുക്ക് ഇവിടെ സദാചാരം എന്ന് പറയുന്ന ഒരു സാധനം. നെറ്റിയിൽ ഒരു സിന്ദൂരം ഇല്ലെങ്കിലോ, നമ്മൾ ഇട്ടിരിക്കുന്ന താലി അത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലോ അവരപ്പോ സങ്കല്പിച്ചു കഴിഞ്ഞു ഇത് എവിടുന്നോ ചുറ്റിക്കളിയായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇന്നത്തെ ഇപ്പൊ ഇവിടെ നടക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ എനിക്കിത് വീഡിയോ ആക്കി ഇടണമെന്ന് തന്നെ തോന്നി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമാണോ, ഇതൊക്കെ ചിലപ്പോൾ നടക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതെന്താണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കാം.
ഈ വീഡിയോ ഈ ഞരമ്പം കാണുന്നുണ്ടെങ്കിൽ നിന്നോട് ഞങ്ങൾക്ക് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നിന്നെ ഞങ്ങള് എവിടാണോ നീ പോയ വഴിയിലെല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ നിന്നെ കിട്ടിയിട്ടില്ല. എവിടെങ്കിലും വെച്ച്, അത് ഏത് പബ്ലിക് സ്പേസ് ആയിട്ടായാലും എവിടെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഞങ്ങളത് നിന്നോട് ചോദിച്ചിരിക്കും. നീ ഓർത്തോ, നീ എവിടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഇനിയെങ്കിലും ഈ സദാചാര ഞരമ്പ സ്വഭാവം മാറ്റിവെച്ച് മനുഷ്യനാവാൻ നോക്കും. ഓക്കെ, ബൈ.